ഇന്നത്തെ കേക്ക് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയുള്ള ഒരു കേക്കാണ് കേട്ടോ. വേറൊന്നുമല്ല, അച്ഛൻ്റെയും മോളുടെയും പിറന്നാൾ ഒരേ ദിവസമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പിറന്നാൾ വരിക എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ട് വന്ന ഒരു കാര്യമാണല്ലേ. എന്തായാലും നല്ല ഭാഗ്യം ചെയ്ത് അച്ഛനും മോളൊന്നും പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു മഞ്ജു ആൻറ്റിയാണ് കേട്ടോ. അപ്പോൾ മോളുടെ ബർത്ത്ഡേക്ക് കുറച്ച് ദിവസത്തിന് മുമ്പേ ആൻറ്റി എൻ്റെ നിന്ന് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അച്ഛൻ്റെയും മോളെയും പിറന്നാൾ ഒരേ ദിവസമായതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റി എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞത്, മോളെ നല്ല ക്രഞ്ചി ആയിട്ട് കടിക്കാൻ പറ്റുന്ന കേക്ക് ബട്ടർ സ്കോച്ച് അല്ലേ, അപ്പോൾ ബട്ടർ സ്കോച്ച് തന്നെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ 1 kg ബട്ടർ സ്കോച്ചാണ് കേട്ടോ കേക്ക് വന്നിട്ടുള്ളത്. അപ്പം നല്ല ഫില്ലിങ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൻറ്റിക്ക് വേണ്ടിയിട്ട് നല്ല ക്രഞ്ചി ആയിട്ട് പ്രൊലൈനും സോസും അതുപോലെ വൈറ്റ് ചോക്ലേറ്റും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കേക്ക് ഫില്ല് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ ക്രം കോട്ടും ഫൈനൽ കോട്ടും ഒക്കെ ചെയ്തതിന് ശേഷം അച്ഛൻ്റെയും മോളുടെയും ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അച്ഛൻ്റെയും മോളുടെയും കൂടെ ചേർത്തിട്ടുള്ള ഒരു പ്രിൻ്റാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ സൈഡിലായിട്ട് നമ്മുടെ റോസറ്റയുടെ നോസിൽസ് വെച്ച് തന്നെ ഫുള്ള് കേക്കും കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ഹാർട്ടും കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ബാലൻസ് വന്ന സോസ് വെച്ചിട്ട് സൈഡിൽ കൂടെ ഒരു ഡ്രിപ്പിംഗ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബട്ടർ സ്കോച്ച് കേക്ക് ആയതുകൊണ്ട് ഒരു ഡ്രിപ്പിംഗ് കൊടുക്കുന്നത് നന്നായിരിക്കും തോന്നി. അതുപോലെ തന്നെ പിന്നെയുള്ളൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റിങ്സിൽ അച്ഛനും മകൾക്കും പിറന്നാൾ ആശംസകൾ എന്ന് എഴുതണമെന്നാണ് കേട്ടോ ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ എന്തായാലും അങ്ങനെ ഒന്ന് എഴുതാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ അത്ര അങ്ങോട്ട് ഒത്തിയില്ല. എന്തായാലും ഞാൻ കേക്ക് ഷോപ്പിൽ പോയപ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രിൻറ്റും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അഥവാ പണി വാളിയാൽ നമുക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്ന് കരുതി. എന്തായാലും അത് ഉപകാരപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. പിന്നെ കുറച്ച് ഷുഗർ ബീഡ്സും കൂടെ ഇട്ടു, ആ ഒരു റൈറ്റിങ്സും കൂടെ വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. 10 ബൈ.